കൊല്ലം കൊട്ടാരക്കരയിലെ സദാനന്ദപുരം അവധൂതാശ്രമവും പരിസരവും പോലീസ് നിരീക്ഷണത്തിലാണ്. കോടികൾ ആസ്തിയുള്ള ആശ്രമവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് പോലീസ് നടപടി. 215 ഏക്കറിന് നടുവിലുള്ള കൊട്ടാര സദൃശ്യമായ കെട്ടിടത്തിലാണ് മഠാധിപതി ചിദാനന്ദ താമസിക്കുന്നത്. MC റോഡിൽ സദാനന്ദപുരത്തിന് സമീപത്തായി 215 ഏക്കറിലധികം വരുന്ന ഭൂമിയിലാണ് അവധൂതാശ്രമം നിലകൊള്ളുന്നത്. കോടികളുടെ സ്വത്തുവകകൾ കൈകാര്യം ചെയ്യാൻ അധികാരം മഠാധിപതിയായ ചിദാനന്ദ സ്വാമിക്കാണ്. പ്രായം 88 പിന്നിട്ടതോടെ നിയുക്ത മഠാധിപതിയായി സ്വാമി രാമാനന്ദ ഭാരതിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. മഠത്തിനുള്ളിൽ ചിലർ കടന്നുകൂടിയതോടെ വിചിത്രമായ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 5 കിലോയിലധികം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ, 250 കിലോ വെള്ളി, സ്വർണ്ണ നാണയങ്ങൾ, വെള്ളി നാണയങ്ങൾ, രത്നമാല, വിഗ്രഹങ്ങൾ, ആനക്കൊമ്പ് എന്നിങ്ങനെ അമൂല്യ വസ്തുക്കൾ, അതായത് കോടിക്കണക്കിന് രൂപ വരുന്ന സ്വത്ത് ആശ്രമത്തിലുള്ളപ്പോഴാണ് അപരിചിതർ മഠാധിപതിയുമായി ചെങ്ങാത്തം കൂടാനെത്തിയിരിക്കുന്നത്. ശിവൻ കോയിലുള്ള ശിവന് ചേർത്തിയായിരുന്ന ഒരു സ്വർണ്ണമാല, സ്വർണം കൊണ്ട് കെട്ടിച്ചുള്ള രുദ്രാക്ഷമാല കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് മറ്റേ ചന്ദന മരങ്ങളെ മോഷ്ടി, അതിനൊക്കെ ഞാൻ കേസ് കൊടുത്തായിരുന്നു കൊട്ടാരക്കര. പിന്നെ ഇവിടുത്തെ പിന്നെ ഒരു പശു മോഷണം നടന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വൈദ്യശാലയിൽ മോഷണം നടന്നിട്ടുണ്ട്. ആശ്രമത്തിന് സമീപമുള്ള വൃക്ഷങ്ങൾ മുറിച്ചു നീക്കി ചരിത്ര ഗ്രന്ഥങ്ങൾ വിൽക്കാൻ ആരംഭിച്ചു. അങ്ങനെ അസ്വാഭാവിക സംഭവങ്ങളാണ് മഠത്തിൽ നടക്കുന്നതെന്ന് സ്വാമി നിത്യാനന്ദ പറയുന്നു. മഹാമണ്ഡൽ മഹേശ്വർ, സ്വാമി ആനന്ദവനം ഭാരതി നിലവിലുയർന്ന വിവാദങ്ങളിൽ പ്രതികരിക്കണമെന്നാണ് സ്വാമി നിത്യാനന്ദ ആവശ്യപ്പെടുന്നത്. ചിലർ എഴുതി നൽകുന്നത് വായിക്കാൻ മാത്രമേ മഠാധിപതിക്ക് കഴിയൂ എന്നും വിമർശനമുണ്ട്. മുമ്പൊരു കൂട്ടർ വന്നായിരുന്നു സദാനന്ദ സ്വാമിയുടെ ഇതിനൊക്കെ നല്ല ഇത് നടത്തണമെന്നൊക്കെ. അത് ഞാൻ കാശൊക്കെ നിങ്ങളുടെ കാര്യം നോക്കി വെച്ചാൽ മതി. ഒരു നോട്ടീസ് ഒക്കെ അടിക്കാൻ എനിക്കും പണം തരാം, 1 ലക്ഷം രൂപ തരാം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും വേണ്ട, നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി പറഞ്ഞിട്ട് അവർ പറഞ്ഞയച്ചു തന്നെ. മഠാധിപതിയുടെ ഓർമ്മക്കുറവ് മുതലെടുത്ത് ആശ്രമത്തിലെ കണക്കില്ലാത്ത സ്വത്ത് കൊള്ളയടിക്കപ്പെടുകയാണെന്ന ആക്ഷേപം ഇതിനോടകം ഉയർന്നിരിക്കുകയാണ്. കോടതി ഉത്തരവ് പ്രകാരം മാനേജർ എന്ന തസ്തിക മാത്രമാണ് മഠത്തിലുള്ളത്. അങ്ങനെ ഒരാളെ പക്ഷേ കാണാനില്ലെന്നും മഠാധിപതിയുടെ ജീവൻ പോലും അപകടത്തിലാണെന്നും സ്വാമി നിത്യാനന്ദ പറഞ്ഞു. ന്യൂസ് മലയാളം, കൊല്ലം.